ദേശീയപാതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന യൂട്യൂബർ SR ധന്യയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. എന്നെ ഒരാളും ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്നതാവട്ടെ ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. എന്റെ ഭാഗത്ത് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ദിവസം മുതൽ ഹെലൻ ഓഫ് സ്പാർട്ട എടപ്പാളിലുണ്ടാവും, നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ. മുൻപ് സഞ്ജു ടക്കി ഇവിടെ എടപ്പാൾ വന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി 3 ദിവസം ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 3 മാസത്തിനാണ് അവരുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഈ റദ്ദാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി ഒഴിവാക്കുക എന്നാണല്ലോ അർത്ഥമല്ലേ. ചില ചാനൽസ് പറയുന്നത് റദ്ദാക്കി എന്നുള്ളതാണ്, പക്ഷെ കുറച്ച് ചാനൽസ് മാത്രമാണ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതാണെന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ഈ ഒരു വിഷയം നടന്ന സമയത്ത് തന്നെ അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ബിയർ കുടിച്ചിരുന്നു എന്നുള്ളതും പോലീസുകാരെൻ്റെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ നിന്നും വാഹനം എടുത്ത് കടന്നു കളഞ്ഞതാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതായത് പോലീസുകാർ കൈ കാട്ടി നിർത്താതെ പോയത് ഒന്നാമത്തേത്, മദ്യപിച്ച് വാഹനം ഓടിച്ചതാണ് ഫസ്റ്റത്തെ, പിന്നെ നിർത്താതെ പോയത് 2, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക നിർവഹണ കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടു. പിന്നെ ഹൈവേയിൽ എങ്ങാനും വാഹനം ഗതാഗത തടസ്സം ഉണ്ടാക്കി നിർത്തി എന്നുള്ളതൊക്കെയാണ് അന്നത്തെ വകുപ്പുകൾ കേട്ടോ. എന്തായാലും 1 മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു തീരുമാനം ഉണ്ടാവുന്നത്. എന്താണ് വാർത്ത എന്നൊന്ന് കേൾപ്പിച്ചു തരാം. ദേശീയപാതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിൽ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന യൂട്യൂബർ SR ധന്യയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. 3 ദിവസത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന പരിപാടിയിലും ധന്യ പങ്കെടുക്കണം എന്ന് ഉത്തരവ് വന്നിരിക്കുന്നു. 1 മാസത്തിൽ അധികമായി ഇത്തരത്തിൽ സംഭവം നടന്നിട്ട് ഇത് കാസർഗോഡ് അനങ്കൂരിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ കാർ അമിത വേഗതയിൽ ഓടിച്ചു പോവുകയായിരുന്നു ഹെലൻ സ്പാർട്ട എന്ന് പറയുന്ന SR ധന്യ. പിന്നീട് പോലീസ് കാറിനെ പിന്തുടർന്ന് ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ചാണ് പിടികൂടിയത്. അതിനുശേഷം പരിശോധിച്ചപ്പോൾ, അതായത് ഈ ബ്രത്ത് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ മദ്യപിച്ചതായി കണ്ടെത്തിയത്. അങ്ങനെ കുമ്പള പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. അതിനുവേണ്ടി കൈമാറുകയും ചെയ്തു മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലേക്ക്. അങ്ങനെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പാണ് ഇപ്പോൾ ഈ SR ധന്യക്കെതിരെ ഇപ്പോൾ ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലൈസൻസ് 3 മാസത്തേക്കാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നാളെ മുതൽ ആ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നിലവിൽ വരും. മദ്യപിച്ച് അപകടം ഉണ്ടാക്കുന്ന വിധം വാഹനം ഒഴിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ 3 ദിവസത്തെ പരിശീലനത്തിൽ പങ്കെടുക്കണമെന്നാണ് മറ്റൊരു കണ്ടീഷനുള്ളത്. അതായത് ഈ എടപ്പാളിൽ ഇതിന് പരിശീലന കേന്ദ്രമുണ്ട്. ഈ പരിശീലന കേന്ദ്രത്തിൽ 3 ദിവസത്തെ പരിശീലനത്തിലും ഈ ധന്യ പങ്കെടുക്കണം. തുടർന്ന് ഈ 3 മാസത്തെ കാലാവധി കഴിഞ്ഞ ശേഷം ഈ ലൈസൻസ് വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓക്കെ, ഇപ്പൊ വീഡിയോന്റെ അടിയിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കമന്റുകളുണ്ട്. ബീവറേജ് ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ തുറന്നിട്ടത് കൊണ്ടല്ലേ ആളുകൾ കുടിക്കുന്നത് എന്നുള്ളത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് കുടിച്ചോ, ഒരു കുഴപ്പമില്ല. അത് വയറ്റിലിട്ടുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കാഞ്ഞാൽ മതി. നിങ്ങൾ ചിലപ്പോൾ കോൺഫിഡൻ്റ് ആയിരിക്കും, ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അടിപൊളിയാണ് എന്നുള്ളത്. അത് നിങ്ങളുടെ മാത്രം കണ്ണിലാണ്. വണ്ടി പോകുന്നത് ഇങ്ങനെയൊക്കെ ആവും. ഇപ്പം അല്ലെങ്കിൽ തന്നെ റോട്ടിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്നില്ല. ബോധവും വെള്ളിയാഴ്ചയുള്ള ആൾക്കാർ എന്നെ വന്ന് വണ്ടി ഇടിച്ച് നമ്മളെ കൊല്ലുന്നു. ഇപ്പോൾ എടപ്പാൾ എന്നെ കുറ്റിപ്പുറം ഭാഗത്ത് ഒരു ബസ് ഇടിച്ച് മറിഞ്ഞത് തലകുത്തി മറിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ കുന്നംകുളത്തും തലകുത്തി മറിഞ്ഞത് നമ്മൾ കണ്ടില്ലേ? അതാണ്. അപ്പം മരണപ്പാച്ചലിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നു മക്കളെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ആളുകൾ റോട്ടിൽ കൂടെ നടക്കുന്നത് തന്നെ. ആ സമയത്താണ് കള്ളും കുടിച്ച് റോട്ടിലൂടെ വണ്ടി ഓടിച്ച് അതിനെ ന്യായീകരിക്കാൻ ആളുകൾ. ഇവിടെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി എനിക്കൊരു അബദ്ധം പറ്റി എന്നെങ്കിലും പറയുന്നുണ്ട്. ഇവിടെ കുറേ ആളുകളെ ഇടിച്ച് തീരുമാനമാക്കിയിട്ട് ഒരു ഉളുപ്പില്ലാതെ നടക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ്. എടാ, എന്തിനു പറയുന്ന ഒരു പാവപ്പെട്ട പയ്യനെ, 10 വയസ്സിന് താഴെയുള്ള ഒരു പയ്യനെ കാറിടിച്ചിട്ട് അങ്ങ് കൊന്നില്ലേ അല്ലേ? അയാൾക്ക് ജാമ്യം പരോള എന്തോ തേങ്ങ കിട്ടിയിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിയമങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഹെലൻ ഓഫ് സ്പാർട്ടക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, 100% തെറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ കള്ള് കുടിക്കാതിരിക്കുക നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷേ ദയവ് ചെയ്ത് അതും കുടിച്ചുകൊണ്ട് റോട്ടിൽ വാഹനമായിട്ട് ഇറങ്ങരുത്. നിങ്ങൾ കാരണം മറ്റുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെലൻ ഓഫ് സ്പാർട്ട അന്ന് പറഞ്ഞ കുറച്ച് വാക്കുകളും അന്ന് ന്യൂസ് ചാനൽ പുറത്തുവിട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടിച്ചതിൽ വിശദീകരണവുമായി യൂട്യൂബർ ധന്യ. ബിയർ കഴിച്ചാണ് വാഹനം ഓടിച്ചത്, തന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ്, മറ്റുള്ളവർ വീഡിയോ എടുക്കേണ്ട എന്ന് കരുതിയാണ് പോലീസ് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്താഞ്ഞത് എന്നും ധന്യ പറയുന്നു.
അത് ഞാൻ വളരെ വെരി വെരി സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിയുടെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അത് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. ഓക്കെ, പെറ്റി അടച്ചിട്ട് ഊരിപ്പോരാൻ കഴിയുന്ന ഒരു കേസാണ് ഇത്. കുറെ ആളുകൾ ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിലായത് എന്നുള്ളത്. ഗുണപാഠം അത്ര തന്നെ. ഇപ്പോൾ പോലീസുകാർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാവും എന്ന് കരുതിക്കൊണ്ട് അവിടെ നിന്നും എടുത്തുപോയി എന്ന് പറയുന്നത്. ഇതിന്റെ നിയമ സാധ്യതകളെ കുറിച്ച് താങ്കൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. നിങ്ങളും കാറിനകത്ത് കയറി ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ലേ. ഇങ്ങനെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, ആരെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇടിച്ച് കൊന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അല്ലാതെയൊക്കെ ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകളുടെ ലൈഫ്, ഇത് നമ്മുടെ എക്സലേറ്റർ കാലിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ സ്റ്റെയറിങ്ങിൻ്റെ മുകളിലാണ് എന്നുള്ള ബോധം വേണം. പച്ചക്ക് ഒരു ലഹരി ഉപയോഗിക്കാതെ തന്നെ ആളുകൾ കൊണ്ടുപോയി ചാർത്തുന്നുണ്ട്. പിന്നെയാണോ ഈ മദ്യപിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആളുകളെ ഇടിച്ച് കൊല്ലുന്നത്? ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹെലൻ സ്പാർട്ട പറഞ്ഞ ഈ കാര്യമാണോ ശരിക്കും നടന്നത്? അന്ന് ന്യൂസ് ചാനൽ പുറത്തുവിട്ട മറ്റൊരു ഭാഗം കൂടി ഒന്ന് കേൾക്കാം. ഈ ന്യൂസ് പറയുന്നതൊക്കെ കറക്റ്റ് ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒന്ന് കേൾക്കുക. ഏതായാലും പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ്. അവർ FIR ഇട്ടിട്ടുണ്ട്. വാഹനം 66-ൽ ഗതാഗത കുരുക്കോ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം റോഡിന് നടുവിൽ പാർക്ക് ചെയ്തു എന്നുള്ളതാണ്, നിർത്തിയിട്ടു എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. പിന്നെ നിയമലംഘനം, പോലീസിനെ തടസ്സം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന അങ്ങനെ ചില വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട്. പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അവർ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അഭിലാഷ്. ഓക്കെ, പോലീസുകാർക്ക് ഇടാൻ കഴിയുന്ന എല്ലാ വകുപ്പുകളും ഇതിൽ ചേർത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3 മാസത്തിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗുണപാഠം തന്നെയാണെന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾക്ക് ഒരു ഡൗട്ട്, എൻ്റെ ഹെൽത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താണ് തടി കുറഞ്ഞു, ശോഷിച്ചു എന്നുള്ളതൊക്കെ. എൻ്റെ പൊന്നു മക്കളെ, നല്ല കട്ട ഡയറ്റിലാണ്. വേണമെങ്കിൽ ചെറിയൊരു സാധനം കാണിച്ചു തരാം. ഡയറ്റിലാണ്. ഇതൊക്കെ ഒന്ന് ഫാറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ ഫാറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കണം. ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, എനിക്കൊന്നും സംഭവിച്ചതല്ല. പനിയോ ജലദോഷമോ തൂറ്റിളക്കോ ഒന്നും പിടിച്ചിട്ടില്ല. ഡയറ്റിലാണ്. നല്ല കിടിലൻ ഡയറ്റ്. ഷുഗർ കട്ട്, വെളിച്ചെണ്ണ കട്ട്, പിന്നെ ഓയിൽ കട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ശരീരത്തിൽ കാണും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഡയറ്റൊക്കെ വിട്ട് കഴിഞ്ഞ് അങ്ങ് തടിച്ച് വീർക്കും, അത് വേറെ കാര്യം. ഇത് അങ്ങനെ ഒരു കുഴപ്പമാണ്, ജിമ്മിൽ പോകുമ്പോഴുള്ള ഒരു കുഴപ്പമാണെന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പരിശുദ്ധനാണ്. മനസ്സിലായില്ലേ? ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാറില്ല. കാലങ്ങളായിട്ട് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവിടെ ഹെലൻ സ്പാർട്ടക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അവരത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും നിയമപരമായിട്ട് തന്നെ ആ പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകും. ഇതൊക്കെ കാണുന്ന ആളുകളോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ കുടിക്കാതിരിക്കുന്നത് തേങ്ങ വെച്ച് ചെയ്തോ, പക്ഷേ റോട്ടിൽ വാഹനമെടുത്ത് അങ്ങ് ഇറങ്ങരുത്, കേട്ടാ? അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.